നഗരത്തിലെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഒരു യാചകൻ താമസിച്ചിരുന്നു. അവിടേക്ക് പോകുന്ന തീവണ്ടികളിലെ യാത്രക്കാരോട് യാചിച്ചാണ് അയാൾ വയറു നിറച്ചിരുന്നത്. ഒരു ദിവസം ഭിക്ഷ യാചിക്കുമ്പോൾ സ്യൂട്ടും ബൂട്ടും ധരിച്ച ഉയരമുള്ള ഒരാളെ കണ്ടു. ആ മനുഷ്യൻ ധനികനാണെന്ന് അയാൾ കരുതി. താൻ അയാളോട് യാചിച്ചാൽ അയാൾ തീർച്ചയായും എനിക്ക് ധാരാളം പണം നൽകും. യാചകൻ അയാളോട് യാചിക്കാൻ തുടങ്ങി. ഉയരം കൂടിയ മനുഷ്യൻ ഭിക്ഷക്കാരനെ നോക്കി ചോദിച്ചു, നിങ്ങൾ എപ്പോഴും യാചിച്ചുകൊണ്ടല്ലേ ഇരിക്കുന്നത്? നിങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാറുണ്ടോ? യാചകൻ പറഞ്ഞു, സർ, ഞാൻ ഒരു യാചകനാണ്. ഞാൻ എപ്പോഴും ആളുകളോട് സഹായം ചോദിക്കുന്നു. പക്ഷേ എനിക്ക് പകരം നൽകാൻ ഒന്നുമില്ല. ഉയരമുള്ള മനുഷ്യൻ മറുപടി പറഞ്ഞു, നിങ്ങൾക്ക് ആർക്കും ഒന്നും നൽകാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാനും അവകാശമില്ല. ഞാൻ പരസ്പര ബന്ധത്തിൽ വിശ്വസിക്കുന്ന ഒരു ബിസിനസ്സുകാരനാണ്. എനിക്കെന്തെങ്കിലും നൽകാൻ ഉണ്ടെങ്കിൽ മാത്രമേ പകരം നിങ്ങൾക്കെനിക്ക് എന്തെങ്കിലും നൽകാൻ കഴിയൂ. അതും പറഞ്ഞു ആ പൊക്കമുള്ളയാൾ ട്രെയിനിൽ കയറി. യാചകൻ അയാൾ പറഞ്ഞതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. അയാളുടെ വാക്കുകൾ അവനെ ആഴത്തിൽ ചിന്തിപ്പിച്ചു. എന്നിട്ടും ഒരു യാചകനെന്ന നിലയിൽ ഭിക്ഷയല്ലാതെ മറ്റുള്ളവർക്ക് നൽകാൻ തനിക്കൊന്നുമില്ലെന്ന ചിന്ത അവനെ അസ്വസ്ഥനാക്കി. 2 ദിവസം ആലോചിച്ചെങ്കിലും ഒരു നിഗമനത്തിലെത്താൻ കഴിഞ്ഞില്ല. 3-ാം ദിവസം റെയിൽവേ സ്റ്റേഷൻ സമീപം ഒരു ചെടിയിൽ നിറയെ മനോഹരമായ പൂക്കൾ കാണാനിടയായി. ഭിക്ഷയ്ക്ക് പകരം കുറച്ച് പൂക്കൾ ആളുകൾക്ക് നൽകണോ എന്ന് അദ്ദേഹം ചിന്തിച്ചു. അവൻ അവിടെ നിന്ന് കുറച്ച് പൂക്കൾ പറിച്ച ശേഷം ട്രെയിനിൽ വീണ്ടും യാചിക്കാൻ തുടങ്ങി. ആരെങ്കിലും ഭിക്ഷ കൊടുത്താൽ പകരം കുറച്ച് പൂക്കൾ നൽകാമെന്ന് ഭിക്ഷക്കാരൻ തീരുമാനിച്ചു. അങ്ങനെ ഭിക്ഷ കൊടുക്കുന്നവർക്കെല്ലാം പകരം പൂക്കൾ കൊടുക്കാൻ തുടങ്ങി. സ്റ്റേഷൻ സമീപമുള്ള പൂക്കളെല്ലാം പറിക്കും. പക്ഷേ പൂക്കൾ തീർന്നതോടെ യാചകൻ ഭിക്ഷ പോലും കിട്ടാതെയായി. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഞാൻ വീണ്ടും ആ ഉയരമുള്ള മനുഷ്യനെ കണ്ടുമുട്ടി. അദ്ദേഹം എനിക്ക് ഭിക്ഷയായി കുറച്ച് പണം തന്നു. പകരം യാചകൻ അദ്ദേഹത്തിന് ഒരു പൂച്ചെണ്ട് നൽകി. അയാൾക്ക് അത് വളരെ ഇഷ്ടപ്പെട്ടു. കൊള്ളാം, ഇന്ന് നീ എന്നെപ്പോലെ ഒരു ബിസിനസ്സുകാരനായി മാറിയിരിക്കുന്നു. അയാൾക്കുള്ളിൽ ഒരു മാറ്റം അനുഭവപ്പെട്ടു തുടങ്ങി. തന്റെ ജീവിതത്തെ മാറ്റിമറിക്കാനുള്ള ശക്തി തനിക്കുണ്ടെന്ന് യാചകൻ തിരിച്ചറിഞ്ഞു. ആവേശം കൊണ്ട് അവൻ വേഗം ട്രെയിനിൽ നിന്ന് ഇറങ്ങി. ഉച്ചത്തിൽ നിലവിളിക്കാൻ തുടങ്ങി. അവൻ ആകാശത്തേക്ക് നോക്കി പറഞ്ഞു, ഞാൻ ഒരു യാചകനല്ല, ഞാൻ ഒരു ബിസിനസ്സുകാരനാണ്. എനിക്കും സമ്പന്നനാകാം. അയാളുടെ നിലവിളി കേട്ട് യാചകന് ഭ്രാന്തായെന്ന് ആളുകൾ കരുതി. അടുത്ത ദിവസം മുതൽ സ്റ്റേഷനിൽ യാചകനെ കാണാനില്ലായിരുന്നു. എന്നിരുന്നാലും 6 മാസത്തിനു ശേഷം സ്യൂട്ടും ബൂട്ടും ധരിച്ച 2 പേർ അതേ സ്റ്റേഷനിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു. അവർ പരസ്പരം കണ്ടപ്പോൾ അവരിൽ ഒരാൾ കൈ നീട്ടി അഭിവാദ്യം ചെയ്തു. നിങ്ങൾ എന്നെ തിരിച്ചറിയുന്നുണ്ടോ? ഇല്ലെന്ന് മറ്റേയാൾ മറുപടി നൽകി. അപ്പോൾ ആദ്യത്തെ മനുഷ്യൻ പറഞ്ഞു, നിങ്ങൾ ഓർക്കുന്നില്ലേ? നമ്മൾ മുമ്പ് 2 തവണ കണ്ടുമുട്ടി. എന്റെ ജീവിതം മാറ്റാൻ നിങ്ങൾ പ്രോത്സാഹിപ്പിച്ച അതേ ഭിക്ഷക്കാരനാണ് ഞാൻ. മറുപടിയായി മറ്റേയാൾ ചിരിച്ചു. നിങ്ങളുടെ ലക്ഷ്യം ഒടുവിൽ സഫലമായി അല്ലേ? അവൻ പുഞ്ചിരിച്ചു. അയാൾ വീണ്ടും ചോദിച്ചു, ഈ സ്യൂട്ടും ടൈയും ഇട്ട് നീ ഇന്ന് എവിടെ പോകുന്നു? അവൻ ഇങ്ങനെ മറുപടി പറഞ്ഞു, അതെ, ഞാൻ ഇപ്പോഴും ആ ഭിക്ഷക്കാരനാണ്. പക്ഷേ ഇന്ന് ഞാൻ ഒരു വലിയ പൂക്കച്ചവടക്കാരനാണ്. ഞാനും ബിസിനസ് ചെയ്യാൻ മറ്റൊരു നഗരത്തിൽ പോകുന്നു. മരിക്കും വരെ ഞാൻ ഒരു യാചകനായിരിക്കുമെന്നാണ് ഞാൻ എപ്പോഴും കരുതിയിരുന്നത്. ഈ ദുരവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. ഞാൻ യഥാർത്ഥത്തിൽ ഒരു യാചകനല്ല, ബിസിനസ്സുകാരനായി മാറിയെന്നിപ്പോൾ എനിക്ക് മനസ്സിലായി. എന്തുകൊണ്ടാണ് ആളുകൾ എനിക്ക് ഭിക്ഷ നൽകുന്നതിൽ ഇത്ര ഉദാരത കാണിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അവർ യഥാർത്ഥത്തിൽ എനിക്ക് ഭിക്ഷ അല്ല നൽകിയിരുന്നത്. അവർ പൂക്കളുടെ വിലയായിരുന്നു നൽകിയിരുന്നത്. അവർക്ക് ഞാനൊരു ചെറുകിട വ്യവസായിയായി കാണപ്പെട്ടു. പക്ഷേ എന്റെ കണ്ണിൽ ഞാനൊരു യാചകനെ പോലെയാണ് തോന്നിയത്. ട്രെയിനിൽ പൂക്കൾ എത്തിച്ച് ഞാൻ പണം സമ്പാദിച്ചു. ഇവിടെയുള്ള ആളുകൾക്ക് പൂക്കളോട് അഗാധമായ വാത്സല്യമുണ്ട്. അവരുടെ ആവേശം എന്നെ ഇന്നൊരു വിജയകരമായ പൂവിൽപ്പനക്കാരനായി മാറ്റി. വ്യാപാരികൾ 2 പേരും ഇപ്പോൾ സന്തുഷ്ടരായി. സ്റ്റേഷനിൽ എത്തിയപ്പോൾ ഇരുവരും ഒരുമിച്ച് പുറത്തിറങ്ങി. തങ്ങളുടെ ബിസിനസ്സിനെക്കുറിച്ച് വിപുലമായ സംഭാഷണത്തിൽ ഏർപ്പെട്ടു. സുഹൃത്തുക്കളെ, ഈ കഥയിൽ നിന്ന് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. കഥയിലെ ഉയരമുള്ള വ്യാപാരിക്ക് കൊടുക്കൽ വാങ്ങൽ തത്വത്തെക്കുറിച്ച് അഗാധമായ ധാരണയുണ്ടായിരുന്നു. ലോകമെമ്പാടുമുള്ള എല്ലാ വിജയകരമായ ബിസിനസ്സുകാരും അവരുടെ വിജയം കൈവരിക്കാൻ ഈ അടിസ്ഥാന ജീവിത നിയമം ഉപയോഗിച്ചു.
ഈ തത്വം സ്വീകരിക്കുകയും തന്റെ ജീവിതത്തിൽ അതിന്റെ നല്ല സ്വാധീനം കാണുകയും ചെയ്ത അദ്ദേഹം യാചകനുമായി ഈ ആശയം പങ്കുവച്ചു. ആശയം ഉൾക്കൊണ്ട യാചകൻ തന്റെ ചിന്താഗതിയിൽ മാറ്റം വരുത്തിയപ്പോൾ അവന്റെ സാഹചര്യങ്ങൾ മാറി. നമ്മുടെ കാഴ്ചപ്പാട് മാറ്റിയാൽ നമുക്കും എന്തും നേടാനാകുന്നതാണ്. നമ്മെ തന്നെ തകർന്നവരായി വീക്ഷിക്കുന്നതിൽ നാം ഉറച്ചുനിൽക്കുകയാണെങ്കിൽ നാം ആ അവസ്ഥയിൽ തന്നെ തുടരുമെന്ന് ഈ കഥ സൂചിപ്പിക്കുന്നു. മഹത്വം കൈവരിക്കുന്നതിന് നാം നമ്മുടെ മാനസികാവസ്ഥയെ പരിവർത്തനം ചെയ്യുകയും നമ്മെക്കുറിച്ചുള്ള നമ്മുടെ ധാരണ വികസിപ്പിക്കുകയും വേണം. വിജയം നമ്മുടെ ചിന്തകളിൽ വേരൂന്നിയതാണ് എന്നതാണ് കഥയുടെ സാരം. നിങ്ങളുടെ ആത്മാഭിമാനം ഉയർത്തുക, വലിയ തോതിൽ ചിന്തിക്കാനുള്ള നിങ്ങളുടെ ലക്ഷ്യം പിന്തുടരാനുള്ള വഴികളും പരിഗണിക്കുക. തീർച്ചയായും നിങ്ങൾക്കും ഇത് ചെയ്യാൻ കഴിയും.